ഇത്ര വിദഗ്ധമായി ഹമീദ് സാറിനെ പോലൊരാളെ എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും? അദ്ദേഹം അറിയാതെ എങ്ങനെ കൊലയാളിക്ക് പിന്നിലെത്താൻ കഴിയും? അടച്ചിട്ട വാതിലിനുള്ളിൽ എങ്ങനെ അവൻ കടന്നിട്ടുണ്ടാകും? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ ഓഡിയോ ആവിഷ്കാരം 37-ാം ഭാഗം. സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കണേ. കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ആളിൻ്റെ രൂപം ലഭിച്ചാൽ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സഹായം വേണ്ടിവരും. എന്നാലും അത് കൃത്യമാകണമെന്നില്ല. വരയനെയും കൊണ്ട് പ്രഭാകരൻ്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ജീവൻ പ്രഭാകരൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്തു. ഇത്രയും കേട്ട് ഭയത്തോടെ നിന്ന പ്രഭാകരൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചിട്ടാണ് ജീവൻ അവിടെ നിന്നും പോന്നത്. കൊലയാളി അകത്തേക്ക് വന്നതും പുറത്തേക്ക് പോയതും ബാൽക്കണിയിലെ വാതിലിലൂടെ തന്നെയാണ് എന്ന് ജീവൻ തീർച്ചയാക്കി. പ്രഭാകരൻ വാതിൽ തുറന്നു കൊടുത്തതല്ല എന്നാണ് അയാളോട് അത്രയും സമയം സംസാരിച്ചതിൽ നിന്നും മനസ്സിലായത്. മിക്കവാറും ചീട്ടുകളിക്കിടയിൽ ഒഴിവ് കിട്ടിയ സമയത്ത് കൊലയാളി തന്നെ മുകളിൽ പോയി തുറന്നിട്ട് കാണും. ഒറ്റനോട്ടത്തിൽ കാണാത്ത രീതിയിൽ കുറ്റി മാത്രം എടുത്തു വെച്ചാൽ ആരും ശ്രദ്ധിക്കുകയും ഇല്ലല്ലോ. രാത്രിയിൽ തൻ്റെ ഉദ്ദേശം സാധ്യമാക്കാൻ വരുമ്പോൾ തടസ്സമില്ലാതെ വീടിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാകാനാണ് സാധ്യത. അവിടെ അന്ന് രാത്രി നടന്നത് എന്തായിരിക്കും എന്ന് ജീവൻ മനസ്സുകൊണ്ട് സ്വന്തം ഭാവനയുപയോഗിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കി. പാതിരാ കഴിഞ്ഞ സമയം. ലോകം മുഴുവൻ നിദ്രയിൽ മുഴുകുന്ന സമയമാണല്ലോ. ആ സമയം തന്നെയാണ് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി മിക്കവരും തിരഞ്ഞെടുക്കുക. ആ സമയത്ത് വീടിൻ്റെ മുൻഭാഗത്തുകൂടി ഒരാൾ പതുങ്ങി പതുങ്ങി വരുന്നു. വന്നയാൾ പിന്നിൽ ബാൽക്കണിക്ക് താഴെ എത്തി. അതിനുശേഷം പരിസരം നിരീക്ഷിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. നേരത്തെ കണ്ടുവച്ചിരുന്ന ഏണിയെടുത്ത് ചാരി വെച്ചു. എന്നിട്ട് അതിലൂടെ മുകളിലേക്ക് കയറിപ്പോകുന്നു. ഇരുട്ടിലും പരിസരം നിരീക്ഷിച്ചുകൊണ്ടാണ് അവൻ്റെ യാത്ര. നേരത്തെ തന്നെ തുറന്നിട്ട വാതിൽ ആയതിനാൽ ശബ്ദമുണ്ടാക്കാതെ തന്നെ തുറന്ന് അകത്തേക്ക് വരാൻ കഴിഞ്ഞു. അങ്ങനെ പതുങ്ങി വന്നപ്പോൾ അയാൾ കരുതിയതുപോലെ സാറ് കസേരയിൽ ഇരിപ്പുണ്ട്. ശബ്ദമുണ്ടാക്കാതെ സാറിൻ്റെ പിന്നിൽ തന്നെ എത്താൻ അയാൾക്ക് കഴിഞ്ഞു. ബാൽക്കണിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചതുകൊണ്ട് അങ്ങനെ ഒരാൾ അവിടെ വരുമെന്ന് സാറ് കരുതില്ലല്ലോ. തൻ്റെ പിന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്ന വിവരം പോലും ചിലപ്പോൾ ഹമീദ് സാർ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്തെങ്കിലും വായിച്ചുകൊണ്ട് കസേരയിലിരുന്നതായിരിക്കണം. ആ സമയത്തായിരിക്കണം പിന്നിൽ നിന്നും ആക്രമണമുണ്ടായത്. സാർ അങ്ങനെ പാതിരാ കഴിയുവോളം വായിച്ചുകൊണ്ടിരിക്കുമോ? ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും സമയം കിട്ടി കാണില്ല. അങ്ങനെ ആയിരിക്കാം മിക്കവാറും സംഭവിച്ചത്. ലക്ഷണങ്ങൾ അതാണ് കാണിക്കുന്നത്. അനങ്ങാതെ നിൽക്കുന്ന ജീവൻ ജോസിനെ കണ്ടിട്ട് എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയാണ് ജോസ് മാത്യു അടുത്തേക്ക് വന്നത്. അപ്പോൾ കണ്ണും പൂട്ടി അനങ്ങാതെ നിൽക്കുകയാണ്. എന്തോ കാര്യമായ ആലോചനയിലാണ്. പാദപതന ശബ്ദം കേട്ട് ജീവൻ കണ്ണു തുറന്നു. എന്തോ കാര്യമായ ചിന്തയിലായിരുന്നല്ലോ. ഞാൻ വന്ന് ചിന്താധാരയ്ക്ക് തടസ്സമുണ്ടാക്കിയോ? ഇവിടെ നടന്ന സംഭവങ്ങൾ ഞാനൊന്ന് മനസ്സിൽ കാണുകയായിരുന്നു. അതും ചിലപ്പോൾ ഉപകാരപ്പെടും.
ആ ചട്ടുകാലൻ തന്നെ ആയിരിക്കണം കൊലപാതകി എന്ന് ഏതാണ്ട് തീർച്ചയായതല്ലേ? ഇനി നമുക്ക് സാറിൻ്റെ ചീട്ടുകളി കമ്പനികളെ ഓരോന്നോരോന്നായി പിടിക്കണം. അവരിൽ നിന്ന് നമുക്ക് അയാളെ പറ്റിയുള്ള വിവരം കിട്ടും. അതിൽ പിടിച്ച് കയറാം സാറേ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും 2 എണ്ണത്തിനെ തീർത്തവനെ അങ്ങനെ വിടാൻ പാടില്ല. പ്രഭാകരൻ പറഞ്ഞതിൻ പ്രകാരമുള്ള അയൽക്കാരെ കാണാൻ ഒട്ടും സമയം കളയാതെ അവർ 2 പേരും അങ്ങോട്ട് പോയി. അവരെല്ലാം ഹമീദ് സാറിൻ്റെ ക്വാർട്ടേഴ്സിന് അടുത്ത് തന്നെയുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് എന്നാണല്ലോ പ്രഭാകരൻ്റെ വെളിപ്പെടുത്തൽ. അതനുസരിച്ച് ആദ്യത്തെ വീട്ടിൽ തന്നെ അവർ കയറി. അത് വില്ലേജ് ഓഫീസിൽ ജോലിയുള്ള ഒരു മാത്യുവിൻ്റെ വീടാണ്. സുഹൃത്തിൻ്റെ മരണം നടന്ന ദിവസമായതുകൊണ്ടാണ് അന്ന് ജോലിക്ക് പോകാതെ മാത്യു സാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. അവർ 2 പേരും കൂടി ചെല്ലുന്നത് കണ്ട് അദ്ദേഹം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. അവരെ അകത്തേക്ക് നയിക്കുകയും ചെയ്തു. ഞാൻ ജീവൻ ജോസ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇത് ജോസ് മാത്യു, CPO. എൻ്റെ പേര് മാത്യു, ഞാൻ വില്ലേജ് ഓഫീസറാണ്. ഞങ്ങൾ വന്നത് ഹമീദ് സാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചോദിച്ചു തീർക്കാൻ വേണ്ടിയാണ്. സാറിൻ്റെ വീട്ടിൽ ചീട്ട് കളിക്കാൻ മാത്യുവും പോകാറുണ്ടായിരുന്നു എന്ന് പ്രഭാകരൻ പറഞ്ഞു. അത് ശരിയല്ലേ? അതെ, ഉറച്ച ശബ്ദത്തിലുള്ള മറുപടി. അവിടെ കളിക്കാനായി മാത്യുവിനെ കൂടാതെ പിന്നെ ആരെല്ലാമാണ് വന്നുകൊണ്ടിരുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി വന്നുകൊണ്ടിരുന്നവരുടെ കാര്യമാണ്. എല്ലാവരും ഇവിടെ അടുത്ത് താമസിക്കുന്നവർ തന്നെയാണ്. PWDയിൽ ജോലിയുള്ള സുധാകരൻ, കോടതിയിൽ ജോലിയുള്ള ദിനേശൻ, പിന്നെ ഹമീദ് സാറും കൂടിയാകുമ്പോൾ 4 പേരായല്ലോ. ചീട്ടുകളിയിൽ തന്നെ പല കളികളുണ്ടല്ലോ, നിയമങ്ങൾക്ക് അനുസൃതമായതും അല്ലാത്തതും. അതിലേതായിരുന്നു നിങ്ങളുടെ കളി? ഒരു കുത്ത് ചീട്ടിൽ കളിക്കുന്ന 28 ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അത് കളിക്കുന്നതിൽ നിയമതടസ്സങ്ങളൊന്നുമില്ല എന്നാണ് എൻ്റെ അറിവ്. സുധാകരനും ദിനേശനും ഇന്ന് വീട്ടിൽ കാണുമോ? അവർക്ക് 2 പേർക്കും അത്യാവശ്യമായി ജോലിക്ക് പോകണമെന്നും സാറിൻ്റെ സംസ്കാരത്തിൻ്റെ വിവരങ്ങൾ അറിയിക്കണമെന്നും ആണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ കാണില്ല. സാറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടല്ലേ ഉള്ളൂ. ജോലിക്ക് പോയതിൽ അസ്വാഭാവികത ഒന്നും തോന്നാൻ കഴിയില്ല. എന്നാലും കാതലായ ചോദ്യങ്ങൾ ഇപ്പോഴും ചോദിച്ചിട്ടില്ല. അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്യുവിൻ്റെ സംസാരത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും തോന്നുന്നില്ല. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് ഉത്തരങ്ങൾ പറയുന്നത്. എന്തെങ്കിലും ഒളിച്ചുവെക്കാനുണ്ടെങ്കിൽ അതേ രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും മനസ്സറിവുള്ളത് ബാക്കി 2 പേർക്കും ആകാമല്ലോ. സാറിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ചീട്ടുകളി സദസ്സിലേക്ക് അടുത്ത കാലത്തായി പുതിയതായി ഒരാൾ വന്നതായി അറിയാൻ കഴിഞ്ഞു. അത് മാത്യുവിൻ്റെ പരിചയത്തിൽപ്പെട്ടയാളാണോ? അല്ല, അയാൾ സുധാകരൻ്റെ കൂടെയാണ് അങ്ങോട്ട് വന്നത്. അയാളുടെ മകൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ സുധാകരനെ തന്നെ കാണേണ്ടി വരും. നന്നായി ചീട്ട് കളിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഹമീദ് സാറിന് രമേശനെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ രമേശൻ എന്നാണ് പുതിയതായി വന്നയാളുടെ പേര്. പക്ഷേ യഥാർത്ഥമാണോ എന്ന് പറയാൻ പറ്റില്ല. ചില ക്രിമിനലുകൾ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ പേരുകളിൽ അറിയപ്പെടുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. എന്നാലും കുറ്റവാളി എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. പരമാവധി അവർ പിടിക്കപ്പെടാതിരിക്കാൻ നോക്കും എന്ന് മാത്രം. ഇന്നലെയും രമേശൻ കളിക്കാൻ വന്നിരുന്നു അല്ലേ? അതെ, ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നലെ എപ്പോഴാണ് നിങ്ങൾ കളി നിർത്തിയത്?
9 മണി കഴിഞ്ഞു കാണും. എല്ലാ ദിവസവും ആ സമയത്തിൽ കൂടുതൽ ഞങ്ങൾ കളിക്കാറില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണോ ഇന്നലെ അവിടെ നിന്നും ഇറങ്ങിയത്? അതോ? ചോദ്യം പൂർത്തിയാക്കാതെ നിർത്തുകയാണ് ചെയ്തത്. ഉത്തരം പറയുമോ എന്നറിയാമല്ലോ എന്ന് കണക്കുകൂട്ടലിൽ മാത്യുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ജീവൻ ഇരുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങിയത്. എനിക്ക് മുൻപേ തന്നെ ബാക്കി എല്ലാവരും നടന്നിരുന്നു. മാത്യുവിൻ്റെ വീടിൻ്റെ മുൻപിൽ കൂടി തന്നെയാണല്ലോ ഹമീദ് സാറിൻ്റെ വീട്ടിലേക്ക് പോകാവുന്ന വഴി. രാത്രിയിൽ ആരെങ്കിലും ഇതുവഴി പോകുന്നതായി എങ്ങാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല സാർ. ജീവനും ജോസ് മാത്യുവും പരസ്പരം നോക്കി. തൽക്കാലം ഇത്രയും മതി എന്നാണ് ജോസ് മാത്യുവിന് മനസ്സിലായത്. അവർ രണ്ടുപേരും എഴുന്നേറ്റു. മുൻവാതിൽ തുറക്കാതെയും ഹമീദ് സാറിൻ്റെ വീട്ടിൽ കയറാൻ കഴിയും അല്ലേ? മാത്യുവിൻ്റെ ഭാവം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം. അതിൽ അയാൾ വീഴുമോ? രമേശൻ തന്നെ ആയിരിക്കില്ലേ ഹമീദ് സാറിൻ്റെ കാര്യം തീർത്തത്? സുധാകരനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ? ഉടനെ എങ്ങാനും രമേശൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ? അതോടെ ഈ പരമ്പര നിൽക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അടുത്ത ഭാഗങ്ങളിൽ അറിയാം. മറക്കാതെയും മുടങ്ങാതെയും കേൾക്കണേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.